ഫസ്റ്റ് കൊടുത്തിരുന്ന ഇമേജ് പ്രൊഡക്റ്റ് പിടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു N8N വർക്ക് ഫ്ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നാനോ ബനാന യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഇമേജും അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ആ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ക്യാരക്ടർ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാനോ ബനാനയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. ഗൂഗിൾ റിലീസ് ചെയ്തിട്ടുള്ള പുതിയൊരു ഇമേജ് ജനറേഷൻ മോഡലാണ് നാനോ ബനാന. അപ്പോൾ നാനോ ബനാന യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇമേജസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് നാനോ ബനാന ഇമേജസ് എഡിറ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആംഗിൾസിലുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. ബാക്ക്ഗ്രൗണ്ട്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇമേജിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇമേജ് ജനറേഷനിലും എഡിറ്റിങ്ങിലും ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ള മോഡലാണ് നാനോ ബനാന മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ ഈ ഒരു വർക്ക് ഫ്ലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരു ഇ-കൊമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഒരു മോഡലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറോ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് ഫ്ലോയിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വർക്ക് ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് വീഡിയോ ആക്കി മാറ്റാനായിട്ടും പറ്റും. അടുത്തൊരു വർക്ക് ഫ്ലോയിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ജനറേറ്റഡ് കണ്ടൻസ് ഒക്കെ പോലെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു യൂസർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ VO3 ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു യൂസർ ജനറേറ്റഡ് വീഡിയോ ആക്കി മാറ്റാനായിട്ടും പോസിബിൾ ആണ്. ഇന്ന് നമ്മൾ ഇമേജ് വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ N8N ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വർക്ക് ഫ്ലോയ്ക്ക് നമുക്കൊരു നെയിം കൊടുക്കാം. ഓക്കെ, നെയിം കൊടുത്തു. ഇനി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ട്രിഗറാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ ആണോ ലൈഫ് സ്റ്റൈൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ഫോം ട്രിഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഓൺ ഫോം ട്രിഗർ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് ഫോമിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനി ആ ഫോമിൽ വേണ്ട എലമെൻറ്റ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ആഡ് ഫോം എലമെൻറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഫീൽഡ് നെയിം ഇമേജ് എന്ന് കൊടുത്തു. ടൈപ്പ് നമുക്ക് ഫയൽ ടൈപ്പാണ്, അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഏതൊക്കെ ടൈപ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫീൽഡ് റിക്വയർഡ് ഫീൽഡ് ആണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ റിക്വയർഡ് ഫീൽഡ് കൊടുത്തു. ഇവിടെ ഞാൻ ഈ മൾട്ടിപ്പിൾ ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി മൾട്ടിപ്പിൾ ഫയൽസ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു യൂസ് കേസ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മോർ ദാൻ 1 ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ റെസ്പോണ്ട് വെൻ ഫോം സബ്മിറ്റഡ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു നോഡിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി ഈ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത
ഇമേജസിനെ നമുക്ക് ബേസ് 64ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത നോഡ് ആഡ് ചെയ്യാം. അതിൻ്റെ നോഡ് എക്സ്ട്രാക്റ്റ് ഫ്രം ഫയൽ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ മൂവ് ഫയൽ ടു ബേസ് 64 സ്ട്രിങ് എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് ഇൻപുട്ട് എന്താണ്, നമ്മുടെ വരുന്ന ഇൻപുട്ട് ഫീൽഡ് എന്താണെന്നുള്ളത് നമ്മൾ ഇമേജാണ്, അതിന് എന്താണെന്നുള്ളത് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ മോഡൽസിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. മോഡൽസിൻ്റെയോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഫോട്ടോസ് നമ്മളിവിടെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 3 ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോസ് ചൂസ് എടുത്തിട്ടാണ് നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് ആക്സസ് കൊടുക്കണം. ആ ഒരു നോഡാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഈ ഒരു നോഡ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ സെർച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഈ ആക്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവായിട്ട് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവായിട്ട് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് റിസോഴ്സ് നമുക്ക് വേണ്ടത് ഫയൽ ഓർ ഫോൾഡർ ആണ്, ഓപ്പറേഷൻ സെർച്ച് ആണ്. സെർച്ച് മെത്തേഡ് നമുക്ക് സെർച്ച് ഫയൽ ഓർ ഫോൾഡർ നെയിം തന്നെയാണ് വേണ്ടത്. പിന്നെ ഇവിടെ റിട്ടേൺ ഓൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഫ്രം ദ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള എല്ലാ ഫയൽസും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ അതിൽ നമ്മൾ സെർച്ച് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബൈ ID ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളിവിടെ മേളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രൈവിൻ്റെ ഒരു ID നമുക്ക് കിട്ടും, ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൻ്റെ ID. ആ ID നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽസിനെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നോഡ്. ഇനി അടുത്ത നോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഫോം സബ്മിറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ ഇമേജസിനെ അപ്ലോഡ് ചെയ്ത ഇമേജിനെ ബേസ് 64 സ്ട്രിങ് ആക്കി മാറ്റി നമ്മുടെ ഫോൾഡർ ആക്സസ് ചെയ്തു. നമ്മുടെ ഇമേജസിനെ എല്ലാത്തിനെയും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഫ്ലോ ഇത്രയും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് സേവ് ചെയ്തിട്ട് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമേജ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ഫ്ലോസ് എല്ലാം ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുമുണ്ട്. അപ്പോൾ ഓരോന്നിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എക്സ്ട്രാക്റ്റ് ഫയലിലേക്ക് കിട്ടിയ ഫയൽ ഈ ഒരു ടൈപ്പാണ് നമുക്ക് ഫയൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ബേസ് 64 സ്ട്രിങ് ആക്കി മാറ്റി ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഫോൾഡർ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്തു. ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 3 ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് 3 ഐറ്റംസ് ഇപ്പോൾ ടേബിൾ ഫോർമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അറിയാൻ പറ്റും. ഇപ്പോൾ 1, 2, 3 ഞാനിവിടെ ഡ്രൈവിൻ്റെ ഉള്ളിൽ 3 ഇമേജസ് ആയിരുന്നു അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മനസ്സിലാവാൻ, ഒന്ന് PNG, ഒന്ന് JPG, ഒന്ന് WebP ഫോർമാറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 ഫയൽസിനെയും ഇവിടെ അത് റീഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 ഫയൽസിലും ഓരോന്നിനായിട്ട് ഐട്രേറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് നോഡ് ആഡ് ചെയ്യണം. ലൂപ്പ് ഓവർ ഐറ്റംസ് എന്ന് പറയുന്ന ഈ ഒരു നോഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോഡിനെ നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ ഇമേജസിനെ വെച്ച് ലൂപ്പ് ഓവർ ചെയ്യണം. എന്നിട്ട് ആണ് നമുക്കിനി അടുത്ത സ്റ്റെപ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഫയൽസും ഓരോന്നിനെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഫയൽസിനെയും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് ഗൂഗിൾ ഡ്രൈവിൻ്റെ നോഡ് ആഡ് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. റിസോഴ്സ് ഫയലാണ്, ഓപ്പറേഷൻ ഡൗൺലോഡാണ്. ഇവിടെ നമുക്ക് ബൈ ID ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഓരോ ഇമേജസിനെ ലൂപ്പ് ഓവർ ചെയ്ത് കിട്ടുന്ന ID. ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും അവിടെ.
ഇനി നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് വരുന്നത് എന്താണ്, നമുക്കൊന്ന് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയല്ലോ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കിട്ടിയ ആ ഒരു ഇമേജിന് നമുക്കിവിടെ ഒരു ഫയൽ ഫോർമാറ്റിലാണ് കിട്ടുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇനി base64ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു നോഡ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാക്ട് ഫ്രം ഫയൽ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ചൂസ് ചെയ്യുക. എന്നിട്ട് മൂവ് ഫയൽ ടു base64 ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്തു, base64 സ്ട്രിങ് ആക്കി മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്തു. ഇനിയാണ് അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത്. അവിടെയാണ് നമ്മൾ നാനോ ബനാനയുടെ APIസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് HTTP നോഡാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് HTTP നോഡ് ആഡ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് വേണ്ട മെത്തേഡ് പോസ്റ്റ് മെത്തേഡാണ്. അതുപോലെ ഇനി URL നിങ്ങൾക്ക് എടുക്കേണ്ടത് ai.google.dev വരിക. എന്നിട്ട് ഇവിടെ ഈ ഒരു ഇമേജ് ജനറേഷൻ എന്ന് പറയുന്ന ടാബ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നാനോ ബനാനയുടെ ആ ഒരു HTTP URL REST URL അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുക. ഇവിടെ URLന്റെ പ്ലേസിൽ നമ്മളത് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് URL വരുന്നത്, generative-language.googleapis.com/v1beta/model/gemini 2.5/image preview. അപ്പോൾ ഈ നാനോ ബനാന മോഡലിൻ്റെ ഒരു ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് Gemini 2.5/image preview എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒതൻറ്റിക്കേഷൻ നമ്മൾ ജനറിക് ക്രെഡൻഷ്യൽ ടൈപ്പ് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജനറിക് ഓത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഹെഡർ ഓത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇവിടെ ഈ ഹെഡർ ഓത്ത് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ AI സ്റ്റുഡിയോയിൽ വരിക. ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ വരിക. ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ വന്നു കഴിയുമ്പോൾ ഗെറ്റ് API കീ എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് വരും. ഇതിവിടെ താഴെയാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. നെയിമിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വാല്യൂവിൻ്റെ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ API കീ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ക്രിയേറ്റ് API കീ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് API കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് API കീ ഇൻ ദ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് API കീ കിട്ടും. ആ API കീ ആണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇവിടെ സെൻഡ് ബോഡി എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബോഡി കണ്ടന്റ് ടൈപ്പ് നമ്മൾ JSON ചൂസ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സ്പെസിഫിക് ബോഡി യൂസിങ് JSON കൊടുത്തു. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് നമ്മുടെ ഇതിനെ പാസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാവും. ഫസ്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇമേജ്, മോഡലിൻ്റെ ഇമേജ്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, പിന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ മോഡൽസിൻ്റെ ഇമേജും ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ടെക്സ്റ്റ് ഇൻപുട്ടിൽ നമുക്ക് കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്താണെന്നുള്ളതും നമുക്ക് കൊടുക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഈ 2 ഡേറ്റയിലേക്കാണ് നമുക്ക് നമ്മുടെ ഇമേജസിനെ പാസ് ചെയ്ത് വിടേണ്ടത്. നമ്മൾ base64 ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ഫ്രം ഫയൽ എന്നുള്ളതിന് പകരം ആ ഒരു നെയിം കുറച്ചും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ പ്രൊഡക്റ്റ് ഇമേജ് എന്ന് കൊടുത്തു. ഇനി ഇവിടെയാണ് നമ്മൾ മോഡലിൻ്റെ ഇമേജ് base64ലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നോഡിൻ്റെ നെയിമും ഒരു ഇമേജ് എന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ ഡേറ്റയുടെ ഉള്ളിലേക്ക് $node ഓഫ് ഈ ഒരു ഫസ്റ്റ് ഇമേജ്, അതായത് പ്രൊഡക്റ്റ് ഇമേജിൻ്റെ JSON ഡേറ്റേനെ ഇങ്ങോട്ട് പാസ് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് നോഡിലും ഇതുപോലെ തന്നെ നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യാം. ഇനി പ്രൊഡക്റ്റ് ഇമേജിന് പകരം നമ്മുടെ നോഡിൻ്റെ നെയിമാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു നോഡിൻ്റെ നെയിം മോഡൽ ഇമേജ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇവിടെ.
ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ URLലേക്ക് കോള് പോയിട്ട് നമുക്ക് ഈ ഒരു നോഡ് ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് ജെമിനിന്ന് റിട്ടേൺ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കിനി ഒരു ഡേറ്റേനെയാണ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു എഡിറ്റ് നോഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എഡിറ്റ് നോഡിൽ നമ്മളിവിടെ മാനുവൽ മാപ്പിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫീൽഡ് എന്താണോ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ഡേറ്റ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു നെയിം ഇവിടെ കൊടുക്കുകയാണ്. ഇമേജ് റിസൾട്ട് സ്ട്രിങ് ആണ്. ഇനി അതിന് നമുക്ക് ഒരു JSON ലിൽ നിന്നും നമുക്ക് ആ ഡേറ്റേനെ എക്സ്ട്രാക്ട് inline.data ഈ ഡേറ്റേനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഡേറ്റേനെ മാത്രമായിട്ട് നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് ഈ ഒരു ഡേറ്റ മാത്രമായിട്ട് നമ്മളിതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇത് തന്നിരിക്കുന്നത് ബേസ് 64 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്കിനി എന്താക്കി മാറ്റണം? ഫയലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി അടുത്തൊരു നോഡ് ആഡ് ചെയ്യാം. ഈ കൺവേർട്ട് ടു ഫയൽ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ചൂസ് ചെയ്യുക. എന്നിട്ട് മൂവ് ബേസ് 64 സ്ട്രിംഗ് ടു ഫയൽ. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്തിരുന്നത് ഫയലിനെ ബേസ് 64 ആക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് നമ്മൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ആ നോഡാണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് കൺവേർട്ട് ടു ഫയൽ എന്ന് പറയുന്ന നോഡാണ്. നമ്മൾ ബേസ് 64 ആയിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിനെ ഇനി ഫയലാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ആക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇവിടെ ഇതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് റിസൾട്ടിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിടാം. അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കത് ബേസ് 64 നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഫയലാക്കി തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിനെ നമുക്കൊരു ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അതിനെ ഈ ഒരു ഡ്രൈവിലേക്കാണ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിനെ ആഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിന് ഗൂഗിൾ ഡ്രൈവിൻ്റെ തന്നെ അടുത്ത നോഡ് നമുക്ക് എടുക്കാം. ഈ നോഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് വേണ്ടത്? അപ്ലോഡ് ഫയൽ എന്നുള്ള ഈ ഒരു ആക്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. റിസോഴ്സ് ഫയൽ ടൈപ്പാണ്. ഓപ്പറേഷൻ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ. ഇനി ഈ ഒരു ഡേറ്റ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഇൻപുട്ട് ഡേറ്റ ഫീൽഡ് ഡേറ്റ തന്നെയാണ്. നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫയലിന് ഒരു പേര് വേണമല്ലോ. ഇപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസർ ഇമേജ് 1 ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഇൻഫ്ലുവൻസർ ഇമേജ് ഹാഷ്. അപ്പോൾ ഈ റൺ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ദ കറൻറ്റ് റൺ ഓഫ് ദ കറൻറ്റ് നോഡ് എക്സിക്യൂഷൻ ആണ്. 0 നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റൺ ഇൻഡെക്സ് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് 0 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് +1 അപ്പം 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന പോലെ നമ്മുടെ ഓരോ ലൂപ്പ് ചെയ്ത് വരുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു ഇമേജസിന് നെയിമും കിട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് ഫ്രം ദ ലിസ്റ്റ് നമ്മുടെ ഡ്രൈവാണ്. ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവ് നെയിം ചൂസ് ചെയ്യാം. ഞാനിപ്പം എളുപ്പത്തിന് നമുക്കിവിടെ എന്ത് ചെയ്യാം? ID സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈവിൻ്റെ ID ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് ഫ്ലോ. ഇനി വർക്ക് ഫ്ലോ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ നോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ഇമേജ് എടുക്കുകയാണ്. അതാണ് ഇപ്പോൾ ലൂപ്പ് 2 എന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇമേജിനെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രൈവിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ഇമേജും ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് കൊടുത്തിരുന്ന ഇമേജ് പ്രൊഡക്റ്റ് പിടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്ത ഇമേജസ് ഇതാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്.
നമുക്ക് വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് ഒരു വർക്ക് ഫ്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു ബാഗിൻ്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇമേജസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ബാഗ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വർക്ക് ഫ്ലോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫ്രീ ആണ് ഈ ഒരു നാനോ ബനാനയുടെ ഈ ഒരു API നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആണിപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമ്മളതിന് റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വർക്ക് ഫ്ലോസ് നിങ്ങളും ബിൽഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നമ്മൾ ഈ ഒരു നോ കോഡ് N8ൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അവർ അതിൻ്റെ ഫുൾ കോഴ്സിൻ്റെ സിലബസും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. താങ്ക്സ് ഫോർ വാച്ചിങ്.